ആഭാരവർദ്ധം ജനങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എൻ്റെ എളിയ വന്ദനം. ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പാലാഴിയിൽ നിന്നുള്ള പാല് കഴിച്ചുകൊണ്ടിരുന്നു. ഞാനും നിങ്ങളും, അതായത് പ്രേക്ഷകരും കാണികൾ എല്ലാവരും ശ്രോതാക്കളും. ഇന്ന് മുതൽ നമ്മൾ കഴിക്കാൻ പോകുന്ന ആ പാല്, ആദ്യം നമ്മൾ ഭാഗവതം എന്ന പാലാഴിയിലുള്ള പാലിനെ കഴിച്ചുകൊണ്ടിരുന്നു. ഇന്ന് മുതൽ അതേ ഭാഗവതം എന്ന പാലാഴിയിൽ നിന്ന് കടഞ്ഞു കിട്ടുന്ന ശ്രീകൃഷ്ണ അവതാരം അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന അമൃതിനെ നമ്മളെല്ലാവരും ഭുജിക്കുവാൻ പോകുന്നു. എല്ലാ മന്വന്തരങ്ങളിലും പാലാഴി മദനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പാലാഴി മദനത്തിനും ഈ അമൃതനുമുള്ള വ്യത്യാസം എന്താ ചോദിച്ചാൽ, ഇത് ഒരിക്കലേ ഉണ്ടായിട്ടുള്ളൂ, ഒരിക്കലേ ഉണ്ടാവുള്ളൂ. ഇതിൽ നിന്നും കിട്ടുന്ന അമൃത കാമധേനു ചുരത്തുന്ന പോലെയാണ്. അതിന് അവസാനമില്ല. അക്ഷയവത്രം പോലെയാണ്, വന്നുകൊണ്ട് തന്നെ ഇരിക്കും. കൽപ്പകവൃക്ഷം പോലെയാണ്, അതിലെന്നുകൊണ്ടും ഇരിക്കും. പാരിജാത പുഷ്പം പോലെയാണ്, അതിൻ്റെ മണത്തിന് യാതൊരു അവസാനമില്ല, അന്തമില്ല. അങ്ങനത്തെ കൃഷ്ണാവതാരമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഈ അമൃതിനെ കഴിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കും കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ, നിങ്ങളുടെ കുടുംബത്തിനും കിട്ടട്ടെ. അതിനെ വിളമ്പാനുള്ള ഭാഗ്യം എനിക്കും കിട്ടട്ടെ. എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക. എല്ലാവരും തീർച്ചയായും ഇന്ന് മുതൽക്ക് കാണാൻ ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ, ഈ അമൃത കഴിക്കാൻ യോഗമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ഇത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഭാഗവതത്തിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു, ദേവയാനിക്കും യയാതിക്കും കൂടി 2 പുത്രന്മാരുണ്ട്. ഒന്ന് യദു, 2 ക്രോഷ്ടാവ്. ഈ ക്രോഷ്ടാവിൻ്റെ 12ാമത്തെ ഇതിൽ തലമുറയിലാണ് കാർത്തിവീര്യാജനുണ്ടാകുന്നത്. അത് കഴിഞ്ഞ തലമുറയിൽ അദ്ദേഹത്തിൻ്റെ മകൻ മധു, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് വിഷ്ണു. അതായത് 12 കഴിഞ്ഞ് 13 കഴിഞ്ഞ് 14ാമത്തെ 15ാമത്തെ തലമുറ. ഈ വിഷ്ണു ആണ് ഈ വൈഷ്ണവം സ്ഥാപിക്കുന്നത്. അതായത് ബ്രാഹ്മണർക്കുടെ ഇടയിൽ 2 വിശ്വാസികളുണ്ട്, ശൈവികൾ, വൈഷ്ണവർ എന്നും. ഈ വൈഷ്ണവർ ഇദ്ദേഹത്തിൻ്റെ തലമുറയിൽപ്പെട്ടുമാണ്. ഈ വിഷ്ണുയുടെ 14ാമത്തെ തലമുറയിൽ അന്തകൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ യാദവ കുലത്തിൽപ്പെട്ടവരാണ് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ കുലത്തിൽപ്പെട്ടവനാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നില്ല, പക്ഷേ ഞാൻ വിഗ്രഹം ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഈ അന്തകൻ്റെ 10ാം തലമുറ പുനർവസു എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. അന്തകൻ്റെ 10ാം തലമുറ, അതായത് ക്രോഷ്ടാവിൻ്റെ 38ാം തലമുറ. അന്തകൻ്റെ 13, 10, 23, 23, 10, 33, 5, 38ാമത്തെ തലമുറയിൽ ക്രോഷ്ടാവിൻ്റെ 38ാമത്തെ തലമുറയിൽ ആഹൂക്കൻ അവിടെ നിന്നാണ് നമ്മൾ പറയാൻ പോകണം. മറ്റേതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും തലമുറകൾ പല രാജാക്കന്മാരുണ്ടായിരുന്നു, അതിനെപ്പറ്റി നമ്മൾ അറിയണ്ട. ഇവിടെ നിന്നാണ് നമ്മൾ പറയാൻ പോകണം. ഈ ആഹുകന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒന്ന് ദേവകൻ, മൂത്ത പുത്രൻ. 2ാമത്തെ ഉഗ്രസേനൻ. ആദ്യത്തത് ദേവകൻ, 2ാമത്തെ ഉഗ്രസേനൻ. ഈ ഉഗ്രസേനന് 9 പുത്രന്മാരും 5 പുത്രന്മാരും ജനിച്ചിരുന്നു. ഉഗ്രസേനന്. ദേവകൻ്റെ കഥ നമ്മൾ പിന്നീട് പറയാൻ പോകണം. ഈ വിദൂരൻ എന്ന മധുര രാജാവ് ഒരാളുണ്ടായിരുന്നു. ഈ വിദൂരൻ്റെ പുത്രൻ ശൂരസേനൻ ഉഗ്രസേനൻ്റെ മിത്രനായിരുന്നു.
അതായത് മധുര രാജാവായ വിദൂരഥൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ശൂരസേനൻ ഉഗ്രസേനൻ്റെ ബന്ധുവും വളരെ വലിയ സ്നേഹിതനുമായിരുന്നു. ശൂരസേനന് 2 ഭാര്യയാണ്. ഒന്നാമത്തെ ഭാര്യയിൽ ശനി, രണ്ടാമത്തെ ഭാര്യയിൽ ഒക്കെ പേര് മരീഷ. ഈ മരീഷയ്ക്ക് 9 പുത്രന്മാരും 5 പുത്രികളുമാണ്. ആദ്യത്തേൽ ശനി എന്നൊരു പുത്രൻ. ആ ശനിക്ക് ഹൃദികൻ, ഭോജൻ എന്ന് 2 പുത്രൻ. അതായത് ശൂരസേനൻ്റെ ആദ്യത്തെ പുത്രൻ ശനി, അദ്ദേഹത്തിന് ഹൃദികൻ, ഭോജനൻ എന്ന് 2 പുത്രന്മാർ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യയ്ക്ക് 2 പേര് മരിഷ. ഈ മരിഷയ്ക്ക് 9 പുത്രന്മാരും 5 പുത്രിമാരും. ഈ പൃഥ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ മരീഷിയിൽ ഉണ്ടായ പുത്രിയാണ്. വാസുദേവനും അതിലുണ്ടായി. ആയിക്കോട്ടെ. ഇനി ഈ ഹൃദികനായ ശനിയുടെ ആദ്യത്തെ പുത്രൻ, ആദ്യത്തെ ഭാര്യയിലുണ്ടായ ഒരു പുത്രൻ, 2 പുത്രന്മാരാണ്. ഭോജനൻ, ഹൃദികൻ എന്ന 2 പേരാണ്. അതിൽ ഹൃദികൻ്റെ പുത്രൻ കൃതമർമാവ്, അക്രൂരൻ, ജയൻ, സാരൻ, ഗതൻ. ഒരിക്കൽ കൂടി പറയാം, 5 പുത്രന്മാരാണ് അധികം അദ്ദേഹത്തിന്. ആർക്ക്? ശനിയുടെ മൂത്ത പുത്രനായ ഹൃദികന് 5 പുത്രന്മാർ. അതിലാണ് കൃതവർമാവ് 1, അക്രൂരൻ 2, ജയൻ 3, സാരൻ 4, ഭഗൻ 5. ഇതിനു മുമ്പുള്ളവരുടെ പുത്രന്മാരെ കുറിച്ചൊന്നും ഞാൻ പേരൊന്നും പറയണ്ടായില്ല. കാരണം എന്താ അറിയോ, അവർക്കൊന്നും ഇമ്പോർട്ടൻസ് വരുന്നില്ല, പ്രാധാന്യം വരുന്നില്ല. പക്ഷേ ഈ 5 പേർക്കും പ്രാധാന്യം വരുന്നുണ്ട് ഭാഗവതത്തിൽ. പിന്നീടുള്ള ചാപ്റ്ററിൽ പ്രാധാന്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് അക്രൂരൻ ഭയങ്കര കൃഷ്ണഭക്തനാണ്. അപ്പോൾ അക്രൂരൻ്റെ കഥ പറയുന്ന സമയത്ത് അക്രൂരൻ്റെ പേര് പറഞ്ഞേ പറ്റൂ, അക്രൂരൻ ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ 5 പേരെ ഇപ്പോൾ പറയാം. ഇനി കുന്തിഭോജൻ, ഈ പൃഥ മരീഷയുടെ പുത്രൻ ശൂരസേനൻ്റെ മകളാണ്. രണ്ടാമത്തെ ഭാര്യയിലുണ്ടായിരുന്ന 5 പുത്രിമാരിൽ ഒരാളാണ് പൃഥ. ഈ പൃഥ പേര് കുന്തി ദേവി എന്നാണ് പൃഥ എന്നാണ് ആക്ച്വൽ പേര്, ശരിയായ പേര്. പിന്നീട് കുന്തി ദേവി എന്നായി. അതിനെന്താ കാരണം? ഇദ്ദേഹത്തിൻ്റെ ഒരു മിത്രമാണ് കുന്തിഭോജൻ. ആരുടെ? ശൂരസേനൻ്റെ ഒരു മിത്രം കൂടിയാണ്, വളരെയധികം സ്നേഹിതനുമാണ്, ഒരു അകന്ന ബന്ധു കൂടിയാണ് ഈ കുന്തിഭോജൻ. ഈ കുന്തിഭോജന് സന്താനമില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം അന്നത്തെ കാലത്തെ ഇങ്ങനെ ദത്ത് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഉണ്ട്, പക്ഷേ ഇന്നത്തേക്കാളും പ്രാബല്യം ഒന്നായിരുന്നു. കുട്ടികളില്ലെങ്കിൽ സ്നേഹിതന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ദത്ത് കൊടുക്കും. അപ്പോൾ സ്നേഹിതനായ കുന്തിഭോജന് ശൂരസേനൻ തൻ്റെ രണ്ടാമത്തെ ഭാര്യ മരീഷയിലുണ്ടായ 5 പുത്രിമാരിൽ ഒടുവിലത്തെ പുത്രിയായ പൃഥയെ ദത്ത് കൊടുത്തു. അതുകൊണ്ട് കുന്തി എന്ന നാമധേയം അവർക്ക് കിട്ടി. ഇനി ശ്രുതി ദേവി, രണ്ടാമത്തെ അടുത്ത കുട്ടിയായ ശ്രുതി ദേവിയെ ആരാ വിവാഹം കഴിച്ച? ശൂരസേനൻ്റെ മരീഷയിൽ പിറന്ന 5 പുത്രിമാരിൽ ഒരാളെ പറ്റി പറഞ്ഞ രണ്ടാമത്തെ ശ്രുതാദേവി. അദ്ദേഹത്തെ വൃദ്ധശർമാവ് എന്നൊരു മഹാരാജാവ് കല്യാണം കഴിച്ചു. അതായത് അതിൽ അവർക്കൊരു പുത്രനുണ്ടായി. ആരാണ്? ദന്തവക്ത്രൻ. ആർക്കുണ്ടായത്? ശ്രുതാദേവി. അതായത് സൂരസേനൻ്റെ 5 പുത്രിമാരിൽ ഒരു പുത്രിയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഒരു പുത്രിയാണ്. ഈ പുത്രി
വൃദ്ധശർമാവ് എന്ന ഒരാളെ വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് ദന്തവക്ത്രൻ എന്ന ഒരു പുത്രനുണ്ടായി. ഈ ദന്തവക്ത്രൻ ആരാ? നമ്മൾ ജയവിജയന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നത് അവർക്ക് 3 ജന്മം ഉണ്ട് പറഞ്ഞു. ഒരു ജന്മത്തെ പറ്റി നമ്മൾ പറഞ്ഞു, എന്താ, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ഇനി അടുത്ത ജന്മത്തിലാണ് ഒന്നാണ് ദന്തവക്ത്രൻ. ആ 2 പേരിൽ ഒരാളാണ് ദന്തവക്ത്രൻ. ഇനി ശ്രുതസവസ് എന്ന അടുത്ത പുത്രി ധമഘോഷൻ എന്ന ചേരി രാജാവിനെ വിവാഹം കഴിച്ചു. അതായത് ശൂരസേനൻ്റെ 5 പുത്രികളിൽ 3ാമത്തെ പുത്രിയായ ശ്രുതസ്രവസ് ചേരി രാജാവായ ധമഘോഷനെ വിവാഹം കഴിച്ചു. അതിൽ അവർക്ക് ശിശുപാലൻ എന്നൊരു പുത്രനുണ്ടായി. കാരണം ഈ ശിശുപാലനാണ് നമ്മൾ ജയവിജയന്മാരെ പറ്റി പറഞ്ഞു. ആ ജയവിജയന്മാരിൽ ദന്തവക്ത്രനും ശിശുപാലനുമാണ് അവരുടെ 2ാമത്തെ ജന്മം. ഇനി നമ്മൾ പറഞ്ഞു ആഹുകനെ പറ്റി പറഞ്ഞു. ആഹുകൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ ദേവകൻ എന്ന 38ാമത്തെ ഇതിലാണ് ആഹുകൻ വരുന്നത്. ആഹുകൻ്റെ മകൻ ദേവകൻ, അദ്ദേഹത്തിൻ്റെ ഉപദേശൻ. ദേവകന് 4 പുത്രന്മാരും 7 പുത്രന്മാരും ഉണ്ടായിരുന്നു. ദേവകന് 4 പുത്രന്മാരും 7 പുത്രിമാരും ഉണ്ടായിരുന്നു. ഈ 7 പുത്രന്മാരിൽ ഏറ്റവും ഇളയതാണ് ദേവകി. ഈ ദേവകിയെ വസുദേവൻ വിവാഹം കഴിച്ചു. അല്ലാതെയും ഈ വസുദേവൻ മറ്റ് 7 ഭാര്യമാരെയും കഴിച്ചിരുന്നു. അതിൽ ഇവിടെ വന്നു. അതിന് പുറമേ ഒരു 7 പേരെ കൂടി. അങ്ങനെ വസുദേവന് 14 ഭാര്യമാരാണ് ആക്ച്വലി. അങ്ങനെ ഇനി നമുക്ക് അടുത്തതിൽ പറയാം. നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സഹകരിക്കുക, ഇത് കേൾക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൃഷ്ണാവതാരം പറഞ്ഞാൽ അവസാനിക്കാത്ത ഒന്നാണ്. അമൃതമാണ്. ഞാൻ പറഞ്ഞില്ലേ, അമൃതമാണ്. എനിക്ക് തന്നെ ഒരുപാട് തെറ്റുകൾ വരും. കാരണം തെറ്റുകൾ വരുന്നല്ല, തെറ്റേ ഉള്ളൂ, സത്യമൊന്നാണ്. പക്ഷേ അത് നിങ്ങൾ കണക്കാക്കരുത്. ഈ അമൃതം ഭുജിച്ച് അതിൻ്റെ സ്വാദ് അവസാനിക്കില്ല. അക്ഷയപത്രം പോലെയാണ്. അതിനെ കേൾക്കാൻ ഭാഗ്യം ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി, ലോകനന്മയ്ക്കും വേണ്ടി ചെയ്യുക. നമസ്കാരം, നന്ദി. നമ്മൾ അടുത്തതിൽ ബാക്കി പറയാം. സമയം നഷ്ടപ്പെടരുത് പറഞ്ഞിട്ടാണ് ഞാൻ കുറേശ്ശെ പറയണം. നമസ്കാരം, നന്ദി.